അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അവസ്ഥകളെ സൂചിപ്പിച്ചു തുടങ്ങിയ ഒരായത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. അതിനെ തുടർന്ന് സത്യനിഷേധികൾക്ക് പരലോക വിചാരണ വേളയിൽ നരകം കാട്ടിക്കൊടുക്കുന്നതിനെക്കുറിച്ചാണ് 100 മുതൽ 102 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. അർത്ഥം മാത്രം പറഞ്ഞാൽ മതിയാകും. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ഈ ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ. വ അറളിന ജഹന്നമ, നരകത്തെ നാം പ്രദർശിപ്പിച്ചു, നരകത്തെ നാം കാണിച്ചു കൊടുത്തു. യൗമ ഇദിൻ, അന്നേ ദിവസം, അന്ത്യനാളിലെ വിചാരണ വേളയിൽ. ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്. അർളൻ, ഒരു കാണിച്ചു കൊടുക്കൽ. കാഹളമൂതുന്നതിനെക്കുറിച്ചും അതിനെ തുടർന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ. ഒരു വിളംബരം ചെയ്യുന്ന ആൾ എല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള വിളംബരം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ബന്ധപ്പെട്ടവരൊക്കെയും ധൃതിയിൽ അവിടെ ഓടിയെത്തുന്നത് പോലെ പരലോകത്ത് കാഹളമൂതപ്പെടുമ്പോൾ എല്ലാവരും വിചാരണക്കായി എത്തുന്നു. ആ വിചാരണ സഭയിൽ വിചാരണയുടെ ഭാഗം എന്ന നിലക്ക് തന്നെയാണ് നരകം നരകാവകാശികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇതാ നിങ്ങൾ നിഷേധിക്കുകയും സംശയിക്കുകയും ചെയ്തിരുന്ന, നിങ്ങൾക്ക് താക്കീതു നൽകപ്പെട്ട നരകം ഇതാ എന്ന് നിഷേധികളോട് പറയുകയും കാണിക്കുകയും ചെയ്യും. അല്ലദീന കാനത്ത് അയ്യുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി, അവരുടെ കണ്ണുകൾ എൻ്റെ ഉത്ബോധനങ്ങൾക്ക് നേരെ മൂടിയിടപ്പെട്ടവയായിരുന്നല്ലോ. ഈ നിഷേധികൾ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾക്ക് നേരെ അന്ധത കാണിച്ചവരായിരുന്നല്ലോ. അല്ലദീന, അവർ എങ്ങനെയുള്ളവരായിരുന്നു? ആ നിഷേധികൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് വെച്ചാൽ കാനത്ത് അയ്യുനുഹും, അവരുടെ കണ്ണുകൾ ആയിരുന്നു, ഫീ ഗിതാഇൻ, മൂടിക്കുള്ളിൽ, ആവരണങ്ങൾക്കുള്ളിൽ, അൻ ദിക്രി, എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന്. ആവർത്തിച്ചാവർത്തിച്ച് നരകശിക്ഷയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളും താക്കീതുകളും ധാരാളമായി ലഭിച്ചിട്ടും അവർ അതിനെയൊക്കെ ധാർഷ്ട്യത്തോടെ അവഗണിച്ച് തള്ളുകയായിരുന്നു. അതൊക്കെ കളവാണ്, പഴഞ്ചനാണ്, പഴങ്കഥകളാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് തള്ളുകയാണ് അവർ ചെയ്തത്. വക്കാനുലായസ്തത്തിയൂന സമഅ, അവർക്കത് കേൾക്കാനേ സാധിച്ചിരുന്നില്ല. പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത സത്യസന്ദേശത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ അവരത് കേൾക്കുകയെങ്കിലും വേണ്ടേ? അതിനുപോലും തയ്യാറാവാതെ അവരതിനെ പുച്ഛിച്ച് തള്ളുകയാണുണ്ടായത്. അവർ പരിഹസിച്ചു തള്ളിയ, അവർ നിഷേധിച്ച ആ യാഥാർത്ഥ്യത്തെ ശിക്ഷ വിധിക്കും മുമ്പ് വിചാരണവേളയിൽ അവർക്ക് നേരെ കാണിച്ചു കൊടുക്കുകയാണ്. അവരെന്താണ് കരുതിയത്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ എന്താണ് കരുതിയത്? പരലോക നിഷേധികളായ ആ ബഹുദൈവ ആരാധകർ അഫഹസിബല്ലദീന കഫറു, സത്യനിഷേധികൾ കരുതിയോ, ഐ യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയ, എന്നെ വെടിഞ്ഞ് എൻ്റെ അടിമകളെ അവരുടെ രക്ഷാധികാരികളായി സ്വീകരിക്കാമെന്ന് അവർ കരുതിയോ? അല്ലാഹു അല്ലാത്തവരെ ദൈവങ്ങളും രക്ഷിക്കാൻ കഴിവുള്ളവരുമാക്കി വെക്കാമെന്നാണല്ലോ ബഹുദൈവ വിശ്വാസികൾ കരുതിയിരുന്നത്. അങ്ങനെയെങ്കിൽ അവർ സ്വീകരിച്ച ആ രക്ഷാധികാരികൾ അവരെ ഒന്ന് രക്ഷിക്കട്ടെ നാം ഒരുക്കിയ നരകശിക്ഷയിൽ നിന്ന്. ഇന്ന ആഴത്തതിന ജഹന്നമ, നാം നരകം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്, നുസുലൻ, ഒരു സൽക്കാരമായിക്കൊണ്ട്, ഒരു വിരുന്നായിക്കൊണ്ട്. അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെയും മുന്നറിയിപ്പുകളെയും താക്കീതുകളെയും അവർ പരിഹസിച്ച് തള്ളിയതിനുള്ള മറുപടിയായിട്ടാണ് നരകത്തെ ഒരു സൽക്കാരമായി അവർക്ക് പകരം നൽകുന്നു എന്ന് പരിഹാസത്തോടു കൂടി പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.